ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കൽക്കി എന്ന സിനിമ കണ്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് ആരാണ് ഈ യാസ്കിൻ എന്ന കഥാപാത്രം. സുപ്രീം യാസ്കിൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തെ പറ്റി അല്ലെങ്കിൽ ഇത്തരമൊരു പേര് പുരാണങ്ങളിൽ എവിടെയും കേട്ടിട്ടില്ല. സോ എന്തുകൊണ്ടാണ് ഈ ഒരു കഥാപാത്രത്തിന്, കൽക്കിയുടെ എതിരായിട്ട് വരുന്ന വില്ലൻ കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു പേര് തന്നെ കൊടുത്തത്? ആരായിട്ടാണ് ഈ കഥാപാത്രം പുരാണങ്ങളിൽ വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും സംശയം തോന്നുന്നൊരു കാര്യമാണ്. സോ ഈ വീഡിയോ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം മാറും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യമാണ് ഈ കഥാപാത്രം കലി ആയിട്ടാണ് വരുന്നത്. കാരണം കൽക്കി വേഴ്സസ് കലി എന്നാണ് സിനിമയുടെ ബേസിക് ആയിട്ടുള്ള തീം. കലിയെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കൽക്കി ജനിക്കുന്നത് തന്നെ. എന്നിരുന്നാലും ഈ ഒരു കഥാപാത്രം ജസ്റ്റ് കലിയായിട്ട് അങ്ങ് വരികയല്ല, ഇതിന് മറ്റു പല അർത്ഥ തലങ്ങളുമുണ്ട്. കാരണം കലി എന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിനെ അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന മോശമായിട്ടുള്ള കാര്യമാണ്. ആളുകളുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യിക്കുക, തിന്മയെല്ലാം ചെയ്യിക്കുക, ഇതാണ് കലിയുഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇയാൾ കലിയെപ്പോലെ എല്ലാവരിലും മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇയാൾ ജസ്റ്റ് കലി എന്നൊരു കഥാപാത്രം മാത്രമല്ല, മറ്റു പല അർത്ഥതലങ്ങളുമുണ്ട് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ കൽക്കി എന്ന ചിത്രം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടാതെ OTT റിലീസ് ആകാത്തത് കൊണ്ട് ട്രെയിലറിലും മറ്റും ഉപയോഗിച്ചിരിക്കുന്ന ക്ലിപ്പിംഗ്സ് വെച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. OTT വരുന്ന സമയത്ത് ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചിത്രത്തിൽ ഒരുപാട് ഫൈറ്റുകൾ കാണിച്ചിട്ടുണ്ട്. പുരാണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഇതിഹാസ താരങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ചിത്രത്തിൽ മെയിൻ ആയിട്ടും കാണിക്കുന്നത്. അശ്വത്ഥാമായും കർണനുമായിട്ടുള്ള ഫൈറ്റ് കാണിക്കുന്നുണ്ട്, കർണനും അർജുനനുമായിട്ടുള്ള ഫൈറ്റ് കാണിക്കുന്നുണ്ട്, ശ്രീകൃഷ്ണനും അശ്വത്ഥാമാവുമായിട്ടൊരു പോരാട്ടം പോലെ കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ കർണൻ എന്ന് പറയുന്ന ആ പ്രഭാസിന്റെ ഇപ്പോഴത്തെ റീഇൻകാർണേഷൻ ആയിട്ട് കാണിക്കുന്നത്, പുതിയ അവതാരമായിട്ട് കാണിക്കുന്നത് കാലഭൈരവൻ എന്നുള്ള രീതിയിലായതുകൊണ്ട് ശിവന്റെ മറ്റൊരു അവതാരമായിട്ട് കാണിക്കുന്നുണ്ട്. ആ കാലഭൈരവനും അശ്വത്ഥാമാവുമായിട്ടുള്ള ഫൈറ്റും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പുരാണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഇതിഹാസ കഥാപാത്രങ്ങളുടെ ഒരു ഫൈറ്റുകൾ തന്നെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ മെയിൻ ആയിട്ട് ഈ സിനിമയിൽ വരുന്ന കാര്യം, ബേസിക് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് ത്രിമൂർത്തികൾ തമ്മിലുള്ള ഫൈറ്റ് ആണ്. മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് എന്നിങ്ങനെയാണ് ത്രിമൂർത്തികളായിട്ട് പുരാണങ്ങളിലും മറ്റും പറഞ്ഞത്. സോ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ചിത്രത്തിൽ പല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മഹാവിഷ്ണു എന്ന കഥാപാത്രത്തിന്റെ കാര്യം ചിത്രത്തിൽ നല്ല രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനെ പറ്റിയും 10ാമത്തെ അവതാരമായിട്ടുള്ള കൽക്കിയെ പറ്റിയും പറയുന്നുണ്ട്. അത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കഥാപാത്രം. ഇതുകൂടാതെ ശിവനെ പറ്റി പല രീതിയിൽ റെഫർ ചെയ്യുന്നുണ്ട്. അശ്വത്ഥാമ എന്ന് പറയുന്നത് ശിവന്റെ വലിയൊരു ഭക്തനായിരുന്നു. കൂടാതെ ഇപ്പോൾ സുപ്രീം യാസ്കിൻ ഉള്ളതായി പറയുന്നത് കാശിയിലാണ്. അത് ശിവന്റെ പ്രസിദ്ധമായിട്ടുള്ള ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ കാലഭൈരവൻ എന്ന കഥാപാത്രത്തെ പറ്റി പറയുന്നുണ്ട്. പ്രവാസിന്റെ കഥാപാത്രത്തിന്റെ പേര് ഭൈരവൻ എന്നാണ്. കാലഭൈരവൻ എന്ന് പറയുന്നത് ശിവന്റെ മറ്റൊരു അവതാരമായിട്ടുള്ള പട്ടിയുടെ പുറത്ത് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പട്ടി വാഹനമായിട്ടുള്ള ആളാണ്. ഈ ഒരു കഥാപാത്രത്തെ പറ്റിയും സിനിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. വില്ലന്മാരുടെ കൂടെയുള്ള ഒരാൾ കാലഭൈരവന്റെ വിഗ്രഹം ഒരാൾ കയ്യിൽ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, പട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന ദൈവമുണ്ടോ എന്നും കാശിയിൽ ദൈവമില്ലേ എന്ന് അറിയില്ലേ എന്നും. സോ ശിവന്റെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കാശിയിലാണ് ശിവനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവിടെ സുപ്രീം യാസ്കിനാണ് ദൈവമെന്ന് പറയുന്നത്. അതിന് ഒരു കഥ പറയാം. അതായത് ഒരിക്കൽ വിഷ്ണുവും ബ്രഹ്മാവും ഒരേ വഴിയിൽ തന്നെ എതിർ ദിശയിൽ സഞ്ചരിച്ചു വരുമ്പോൾ രണ്ടുപേരും പരസ്പരം വഴിമാറാൻ വിസമ്മതിക്കുകയും ബ്രഹ്മാവ് ഞാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, അതുകൊണ്ട് നീ വഴിമാറണമെന്ന് പറയുകയും വിഷ്ണു ഞാനാണ് ഈ പ്രപഞ്ചം സംരക്ഷിച്ചു പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ വഴിമാറണമെന്ന് പറയുകയും ഇങ്ങനെ ഒരു തർക്കം മൂക്കുന്ന സമയത്ത്, ആരാണ് ഏറ്റവും വലിയ ദൈവം എന്നുള്ള ഒരു തർക്കം മൂക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടുകയും ഈ ശിവലിംഗത്തിന്റെ അറ്റം കണ്ടെത്തുന്നയാൾ ഏറ്റവും വലിയ ദൈവമാണ് എന്നുള്ള രീതിയിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് സഞ്ചരിക്കുകയും വിഷ്ണുവിന് ഇത് കണ്ടെത്താൻ കഴിയാതെ അദ്ദേഹം തിരിച്ചു വരികയും എന്നാൽ ബ്രഹ്മാവ് കള്ളത്തരം കാണിച്ചുകൊണ്ട് താൻ അത് കണ്ടെത്തിയെന്ന് പറയുകയും ഇതിൽ കോപിഷ്ഠനായിട്ടുള്ള ശിവൻ വന്നുകൊണ്ട് ബ്രഹ്മാവിനെ ശപിച്ച് ബ്രഹ്മാവിനെ ആരും ആരാധിക്കില്ല എന്ന് പറയുകയുമാണ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു കൗണ്ടർ വേർഷൻ ആയിട്ടാണ് ബ്രഹ്മാവ് എന്ന രീതിയിൽ സുപ്രീം യാസ്കിനെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് ബ്രഹ്മാവ് എന്ന രീതിയിലല്ല, ബ്രഹ്മാവിന്റെ മറ്റൊരു അവതാരം എന്ന രീതിയിലോ
അല്ലെങ്കിൽ ബ്രഹ്മാവിനെ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലോ ആണ് സുപ്രീം യാസ്കിനെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ ശിവനെ ആരാധിക്കേണ്ട കാശിയിൽ ശിവനെ അല്ല ഇപ്പോൾ ആരാധിക്കുന്നത്, സുപ്രീം യാസ്കിനെ ആണ് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ മറ്റൊരു രൂപത്തെയാണ് ആരാധിക്കുന്നത്. ആരും ആരാധിക്കില്ല എന്ന് ശിവൻ പറഞ്ഞിട്ടുള്ള ബ്രഹ്മാവിന്റെ മറ്റൊരു രൂപത്തെയാണ് ആരാധിക്കുന്നത് എന്നാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ബ്രഹ്മാവിന്റെ അഹന്ത മാറ്റാൻ വേണ്ടി, അന്ന് ബ്രഹ്മാവിന് 5 തലയുണ്ടായിരുന്നുവെന്നും അഹന്ത മാറ്റാൻ വേണ്ടി ബ്രഹ്മാവിന്റെ ഒരു തല കാലഭൈരവനായി വന്നുകൊണ്ട് ശിവൻ വെട്ടിക്കളഞ്ഞുവെന്നുമാണ് പറയുന്നത്. ഇനി ഇതുകൂടാതെ മറ്റെന്തെല്ലാം തെളിവുകൾ വെച്ചുകൊണ്ട് സുപ്രീം യാസ്കിനെ ബ്രഹ്മാവുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ബ്രഹ്മാവ് എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്, ജീവൻ കൊടുക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത്. ചിത്രത്തിൽ ഈ കോംപ്ലക്സിൽ നടക്കുന്നത് പോലും ഇങ്ങനെ കുട്ടികളെ ഉണ്ടാക്കുകയാണ്, ജീവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ മറ്റൊരു പ്രപഞ്ചം തന്നെ കോംപ്ലക്സിനകത്ത് സൃഷ്ടിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സുപ്രീം യാസ്കിനെ ഒരാൾ കൊല്ലാൻ പോകുമ്പോൾ സുപ്രീം യാസ്കിൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേർക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട്, ജീവിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന്. കൂടാതെ മറ്റൊരു പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്, ഭയപ്പെടരുത് എന്നും സുപ്രീം യാസ്കിൻ പറയുന്നുണ്ട്. സോ ഇതെല്ലാം ഈ ഒരു ബ്രഹ്മാവ് ജീവൻ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി സുപ്രീം യാസ്കിനെ എങ്ങനെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ധ്യാനിച്ചിരിക്കുന്ന ഒരാളെ പോലെയാണ്, ഏകദേശം ബ്രഹ്മാവിന്റെ ആ ഇരുത്തത്തോട് സൂചിപ്പിക്കുന്ന പോലെ. എവിടെയാണ് ഇനി സുപ്രീം യാസ്കിനെ കാണിക്കുന്നത്? ഒരു വെള്ളത്തിൽ നിന്ന് കുറെ ട്യൂബുകൾ വന്നുകൊണ്ട് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് കാണിക്കുന്നത്. സോ ഇതെനിക്ക് തോന്നുന്നത് താമരയെ പോലെയാണ്. വെള്ളത്തിലാണ് താമര സ്ഥിതി ചെയ്യുന്നത്, ബ്രഹ്മാവ് ഇരിക്കുന്നത് താമരയിലാണ്. സോ ഇതുകൊണ്ടാണ് വെള്ളത്തിൽ നിന്നുള്ള വേരുകൾ വന്നിട്ട് ഒരു പുഷ്പം നിൽക്കുന്നത് പോലെ ഈ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നത്. ഇതുകൂടാതെ സുപ്രീം യാസ്കിൻ ഇരിക്കുന്ന ആ സ്ഥലത്ത് നേരെ മുന്നിലായി ഒരു വട്ടം കാണിക്കുകയും അതുകൂടാതെ 4 സ്ഥലങ്ങളിലായി 4 രൂപങ്ങൾ ഇരിക്കുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നിയത്, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രഹ്മാവിന് 5 തലകൾ ഉണ്ടായിരുന്നുവെന്നും അതിലൊരു തല ശിവൻ വെട്ടിക്കളഞ്ഞതായിരിക്കുമെന്നും. സോ അവിടെ കാണിക്കുന്ന ആ 4 രൂപങ്ങളും കൂടാതെ സെൻട്രലായിരിക്കുന്ന യാസ്കിന്റെ കഥാപാത്രവും ചേർന്നുകൊണ്ട് 5 തലകൾ യാസ്കിൻ ഉള്ളതുപോലെയും യാസ്കിന്റെ തലയിലുള്ള ആ ഒരു മുറിപ്പാട് ശിവൻ തല വെട്ടിയതിനെ സൂചിപ്പിക്കുന്നതുമായിരിക്കും. കൂടാതെ സിനിമയുടെ അവസാനം ആ ഒരു ഗാന്ധീപം എടുത്തതിന് ശേഷം, സിറം കുത്തിവെച്ചതിന് ശേഷം സുപ്രീം യാസ്കിന് പെട്ടെന്ന് 4 കൈകൾ വരുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നിയത് ബ്രഹ്മാവിന്റെ കൈകളെ സൂചിപ്പിക്കുന്നത് പോലെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറക്റ്റ് ബ്രഹ്മാവായിട്ടായിരിക്കില്ല സുപ്രീം യാസ്കിൻ വരുന്നത്, പകരം ബ്രഹ്മാവിന്റെ മറ്റൊരു റീ ഇൻകാർണേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ ഒരുപാട് ആരാധിക്കുന്ന ഒരാളായിട്ടോ ആയിരിക്കാം. അതിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രഹ്മാവിന്റെ മറ്റൊരു അവതാരമായിട്ടല്ല, പകരം ബ്രഹ്മാവിനെ ആരാധിക്കുന്ന ഒരാളായിട്ടാണ്. അതിൽ തന്നെ എടുത്തു പറയാൻ തോന്നിയിട്ടുള്ളത് ഹിരണ്യകശിപുവിന്റെ കഥാപാത്രമാണ്. അങ്ങനെ ചിന്തിക്കാൻ കാരണം, സിനിമയിലെ മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന കൽക്കി അല്ലെങ്കിൽ കൃഷ്ണൻ, അതുമല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ പുനർജനിച്ച് കൊന്നിട്ടുള്ളത് ഹിരണ്യകശിപുവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഹിരണ്യകശിപുവിന്റെ ആദ്യത്തെ അവതാരമായിട്ടുള്ള ജയ വിജയ, അവർ രണ്ടും സഹോദരന്മാരായിരുന്നു. അവർ മഹാവിഷ്ണുവിന്റെ ദാസന്മാരായിരുന്നു, മഹാവിഷ്ണുവിന്റെ കാവൽക്കാരായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് 4 കുമാരന്മാർ വരികയും മഹാവിഷ്ണുവിനെ കാണണമെന്ന് പറയുകയും ജയയും വിജയും അതിന് സമ്മതിക്കാതിരിക്കുകയും അവരെ തടയുകയും ഇതിൽ കോപിഷ്ഠരായിട്ടുള്ള അവർ ഇവരെ ശപിക്കുകയും ഇവർ ഒന്നില്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ തോഴരായി ഇനിയുള്ള 3 ജന്മങ്ങളിൽ വരുമെന്നും അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ശത്രുക്കളായി വരുമെന്നും ശപിക്കുകയും അതിൽ ജയയും വിജയും ശത്രുക്കളായി വരട്ടെ എന്ന് സമ്മതിക്കുകയും അങ്ങനെ ഇനി വരുന്ന 3 ജന്മങ്ങളിൽ ഇവർ മഹാവിഷ്ണുവിന്റെ ശത്രുക്കളായി വരികയും മഹാവിഷ്ണുവിന്റെ കൈകളാൽ മരണപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ അടുത്ത ജന്മത്തിൽ ഹിരണ്യക്ഷ, ഹിരണ്യകശിപു എന്നിങ്ങനെ 2 രൂപങ്ങളിൽ അവർ പുനർജനിക്കുകയും ഇതിൽ ഹിരണ്യക്ഷയെ മഹാവിഷ്ണു വരാഹ അവതാരത്തിൽ വന്നുകൊണ്ട് കൊല്ലുകയും തന്റെ സഹോദരനെ മഹാവിഷ്ണു കൊന്നതിൽ കോപിഷ്ഠനായിട്ടുള്ള ഹിരണ്യകശിപു ബ്രഹ്മാവിനെ ആരാധിച്ച് വരം നേടുകയും ചെയ്യുന്നു. ബ്രഹ്മാവിനെ ആരാധിക്കുമ്പോൾ വരമായി ചോദിക്കുന്നത് തന്നെ ആർക്കും കൊല്ലാൻ പാടില്ല, താൻ ചിരഞ്ജീവിയായി മാറണമെന്നാണ്. എന്നാൽ ബ്രഹ്മാവ് ഇത് സമ്മതിച്ചു കൊടുക്കാതിരിക്കുകയും പകരം ഹിരണ്യകശിപു എങ്കിൽ തന്നെ മനുഷ്യനോ മൃഗങ്ങളോ അങ്ങനെ ആരും കൊല്ലരുത്, ചെകുത്താൻ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ വെച്ചോ കൊല്ലരുത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും അത് ബ്രഹ്മാവ് സമ്മതിച്ചു കൊടുക്കുകയും അങ്ങനെ മനുഷ്യനും മൃഗവും അല്ലാതെ ഇതെല്ലാം ചേർന്ന് കൊണ്ടുവരുന്ന നരസിംഹ അവതാരത്തിൽ മഹാവിഷ്ണു വന്നുകൊണ്ട് ഹിരണ്യകശിപുവിനെ കൊല്ലുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് അടുത്ത ജന്മത്തിൽ രാവണനും കുംഭകർണനുമായിട്ട് ഇവർ വീണ്ടും ജനിക്കുകയും അവിടെ വെച്ച് മഹാവിഷ്ണു വീണ്ടും ശ്രീരാമനായി വന്നുകൊണ്ട് ഇവരെ കൊല്ലുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് അവസാന ജന്മത്തിൽ ഇവർ ദന്തവക്ര, ശിശുപാല എന്നിങ്ങനെയുള്ള പേരുകളിൽ ജനിക്കുകയും കൃഷ്ണൻ ഇവരെ കൊല്ലുകയുമാണ് ചെയ്യുന്നത്. സോ മഹാവിഷ്ണുവിനോട് ഏറ്റവും ശത്രുതയുള്ള അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അവതാരം പുനർജനിച്ചുകൊണ്ട് പല രീതിയിൽ കൊന്നിട്ടുള്ളത് ഈ ജയ വിജയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിരണ്യകശിപു, ഹിരണ്യക്ഷ എന്നീ പറയുന്ന കഥാപാത്രങ്ങളെയാണ്.
സോ ഇത്രയും ജന്മങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ള പുനർജനിച്ച് ഒരുപാട് തവണ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ള ഈ ഒരു കഥാപാത്രങ്ങൾ തന്നെ വീണ്ടും ഏറ്റുമുട്ടുന്ന രീതിയിലാകാം ജയാവിജയ അഥവാ ഹിരണ്യകശിപു വീണ്ടും ബ്രഹ്മാവിനെ ആരാധിച്ച് ബ്രഹ്മാവിനെ പോലെ തന്നെ വീണ്ടും വിഷ്ണുവിനോട് പോരാടാനായി വന്നിരിക്കുന്നത്. കൂടാതെ വിഷ്ണുവും ബ്രഹ്മാവുമായിട്ട് സുപ്രീം ഗോഡ് ആരാണ് എന്നതിൽ തർക്കം ഉണ്ടായതുപോലെ ബ്രഹ്മാവിൽ നിന്ന് ഹിരണ്യകശിപുവിന് വരം കിട്ടിയതിനു ശേഷം ഈ ഹിരണ്യകശിപു തന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല, താൻ സുപ്രീം ഗോഡാണ് എന്ന് പറഞ്ഞതായിട്ടും പുരാണങ്ങളിൽ കാണുന്നുണ്ട്. ഇതും സുപ്രീം യാസ്കിൻ എന്നതുമായി ഇവരെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ എങ്ങനെ ഇത് സാധ്യമാകും? ഓൾറെഡി തന്നെ മഹാവിഷ്ണു 3 ജന്മങ്ങളിലും അവരെ കൊന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അവർ പുനർജനിക്കുക എന്നുള്ളത് ഒരുപക്ഷെ സാധ്യമല്ലാത്ത കാര്യമാകാം. അതുകൊണ്ടാണ് ചിത്രത്തിൽ ഈ സുപ്രീം യാസ്കിൻ എന്ന് പറഞ്ഞ കഥാപാത്രം മരണപ്പെടുന്ന അവസ്ഥയിലാണെന്നും ട്യൂബുകളുടെയും മറ്റും സഹായത്തോടെയാണ് ജീവിക്കുന്നതെന്ന് കാണിച്ചിരിക്കുന്നത്. സോ ഒരുപക്ഷെ 3ാമത്തെ ആ ജന്മത്തിൽ ഇവരെ രണ്ടുപേരെയും ശ്രീകൃഷ്ണൻ കൊന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടുവെന്ന് ചിത്രത്തിൽ കാണിക്കുകയും, ഞാൻ പുരാണത്തിലെ കാര്യമല്ല പറയുന്നത്, കാരണം പുരാണത്തിൽ ഇങ്ങനെ ഒരു സുപ്രീം യാസ്കിൻ എന്ന് പറഞ്ഞ കഥാപാത്രമില്ല. പക്ഷെ സിനിമയിലേക്ക് സംവിധായകൻ ഇത്തരത്തിൽ അവിടെ നിന്നും 3ാമത്തെ ജന്മത്തിൽ നിന്നും അയാൾ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്നും വർഷങ്ങളോളം ഏതെങ്കിലുമെല്ലാം രീതിയിൽ ജീവിച്ചുകൊണ്ട് കൽക്കിയുടെ അവതാരത്തിനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നും കൽക്കിയുടെ ആ സിറത്തിലൂടെ തനിക്ക് വീണ്ടും പൂർവാധികം ശക്തിയോടെ വരാമെന്നും വീണ്ടും വിഷ്ണുവുമായി ഏറ്റുമുട്ടാമെന്നും എന്ന രീതിയിലായിരിക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ അങ്ങനെ സുപ്രീം യാസ്കിൻ എന്നൊരു കഥാപാത്രം പുരാണങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് മഹാവിഷ്ണു ഏറ്റവും കൂടുതൽ പോരടിച്ചിട്ടുള്ള ഈ ജയാവിജയ അല്ലെങ്കിൽ ഹിരണ്യകശിപു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്ന രീതിയിൽ പുതിയൊരു പേരിട്ടുകൊണ്ട് ആ ഒരു കഥാപാത്രം വർഷങ്ങളോളം ട്യൂബുകളുടെയും മറ്റും സഹായത്തോടെ ജീവിച്ചു വരികയാണ് എന്ന രീതിയിൽ സംവിധായകൻ കാണിക്കുന്നതായിരിക്കാം. Black and blue. Fight night. God versus man. Day versus night. Son of Krypton versus Bat of Gotham. കൂടാതെ ഗാന്ധീവത്തെക്കുറിച്ച് ചിത്രത്തിൽ പറയുന്നുണ്ട്. ഈ ഗാന്ധീവം കണ്ടെടുത്തതിനു ശേഷം യാസ്കിന്റെ അനുയായികൾ നിൽക്കുമ്പോൾ ഒരാൾ ഇതെന്താണെന്ന് ചോദിക്കുകയും മറ്റേയാൾ ഇത് ഗാന്ധീവമാണെന്നും അൾട്ടിമേറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണെന്നും ഇത് കൈവശമുള്ളയാളെ ദൈവത്തിന് പോലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. സോ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ള അതേ ഗാന്ധീവം തന്നെയാണ് ചിത്രത്തിന്റെ അവസാനം ബ്രഹ്മാവിന്റെ മറ്റൊരു റീഇൻകാർണേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ ആരാധിക്കുന്ന ഹിരണ്യകശിപുവിന്റെ മറ്റൊരു അവതാരമായിട്ടോ വന്നിരിക്കുന്ന ആൾ എടുത്തുയർത്തുന്നതായിട്ടും കാണിക്കുന്നത്. അതിലൂടെ മറ്റാർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, ഒരു ദൈവത്തിനും തോൽപ്പിക്കാൻ കഴിയാത്ത അൾട്ടിമേറ്റ് ഗോഡായി ബ്രഹ്മാവിന്റെ ആഗ്രഹം പോലെ തന്നെ സുപ്രീം ഗോഡായി സുപ്രീം യാസ്കിൻ മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ യാസ്കിൻ സുപ്രീം യാസ്കിൻ എന്നതിലെ ഈ യാസ്കിൻ എന്ന പേര് പോലും ഇട്ടിരിക്കുന്നത് ഹിരണ്യകശിപു എന്ന പേരിന്റെ സെന്ററിൽ വരുന്ന കുറച്ച് അക്ഷരങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാണെന്നാണ്. സോ ബേസിക്കായിട്ട് ഈ കൽക്കി എന്ന സീരീസിലൂടെ പറയാനായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ തമ്മിലുള്ള പോരാട്ടമാണ്. ഇതിൽ ബ്രഹ്മാവിന്റെ ഒരു തലയർത്തിട്ടുള്ള ശിവന്റെ മറ്റൊരു അവതാരമായിട്ടുള്ള കാലഭൈരവൻ എന്ന പ്രഭാസിന്റെ കഥാപാത്രവും ശിവനെ ആരാധിക്കുന്ന അശ്വത്ഥാമാവും ചേർന്നുകൊണ്ട്, കൂടാതെ ഇവരോടൊപ്പം മഹാവിഷ്ണുവിന്റെ അവസാന അവതാരമായിട്ടുള്ള കൽക്കിയും വന്നുകൊണ്ട് ശിവന്റെ സ്ഥലത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, സുപ്രീം ഗോഡായി മാറിക്കൊണ്ടിരിക്കുന്ന, അവിടെ മറ്റൊരു പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രീം യാസ്കിൻ എന്ന ബ്രഹ്മാവിന്റെ മറ്റൊരു രൂപത്തെ തന്നെ തോൽപ്പിക്കാനുമാണ് ഇനിയുള്ള സീരീസിൽ ശ്രമിക്കാനായി പോകുന്നത്. സോ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു തിയറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താം. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.